blessing today. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഇന്നത്തെ ബ്ലെസ്സിങ് ടുഡേ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹമായി മാറട്ടെ. ഇപ്പോൾ തന്നെ ഫോൺ എടുത്ത് നിങ്ങളുടെ പരിചയത്തിലുള്ള ചിലരോട് ബ്ലെസ്സിങ് ടുഡേ കാണുവാൻ ആവശ്യപ്പെടുക. അവർ കൂടെ അനുഗ്രഹിക്കപ്പെടട്ടെ. നമുക്ക് ചേർന്ന് ഈ ബ്ലെസ്സിങ് ടുഡേയുടെ സ്പോൺസേഴ്സിന് വേണ്ടി ഈ സമയത്ത് എല്ലാവർക്കും ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവെ, മാനന്തവാടിയിൽ നിന്നുള്ള ആനി ബെനറ്റിന് വേണ്ടി ഞങ്ങൾ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. തൻ്റെ മൂത്ത മകൻ സഞ്ജയുടെ ബർത്ത്ഡേ ഇന്ന് സെലിബ്രേറ്റ് ചെയ്യുന്നില്ല. തന്നെ അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. മാത്രമല്ല, ഇളയ മകൻ അജയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എല്ലാ രോഗങ്ങളും പരിപൂർണമായ സൗഖ്യം നൽകണമേ, നല്ല ആരോഗ്യം നൽകണമേ എന്നങ്ങയോട് പ്രാർത്ഥിക്കുന്നു. സഹോദരൻ മോനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആ കേൾവിക്കുള്ള എല്ലാ പ്രയാസങ്ങളെയും മാറ്റി അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. USA എന്നുള്ള ജിതേഷിന് വേണ്ടി ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. തൻ്റെ ജീവിതത്തിൽ ഇതുവരെ ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങൾക്കുമായി നന്ദി പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്ന കർത്താവെ, മാത്രമല്ല കർത്താവെ, തനിക്ക് യോജിച്ച ഒരു ജീവിത പങ്കാളിയെ നൽകി അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിൽ നന്മകളും അനുഗ്രഹങ്ങളും ആരോഗ്യവും കർത്താവ് പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഓരോ പാർട്ട്ണറെയും അനുഗ്രഹിച്ചതിനാൽ നന്ദി പറയും. യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ പൊൻകുന്നം ജൂലൈ 14 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. ലീല മഹൽ, KK റോഡ്, പൊൻകുന്നം. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ പോത്തൻകോട് ജൂലൈ 15 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. JK ഓഡിറ്റോറിയം, JK നഗർ, പോത്തൻകോട്. വിവാഹമെന്നത് ഒരു ദിവസത്തെ സന്തോഷമല്ല, മറിച്ച് ജീവിതകാലം മുഴുവൻ നീണ്ടു നിൽക്കേണ്ട സന്തോഷമാണ്. വിവാഹിതരായ എല്ലാവരുടെയും കുടുംബ ബന്ധത്തിന്റെ കെട്ടുറപ്പിനായി ബ്ലെസ്സിംഗ് ടുഡേ ഒരുക്കുന്നു ഹാപ്പി ഹോംസ് ഫാമിലി കോൺഫറൻസ് 2017. ജൂലൈ 19 ബുധനാഴ്ച രാവിലെ 9 മുതൽ വൈകുന്നേരം 5 മണി വരെ കൊച്ചിൻ ബ്ലെസ്സിംഗ് സെന്ററിൽ വെച്ച്. ബ്രദർ ഡാമിയനും സിസ്റ്റർ ക്ഷമ ഡാമിയനും ക്ലാസുകൾ നയിക്കുന്നു. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന ദമ്പതികൾ ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യുക. കൂടുതൽ വിവരങ്ങൾക്ക് 0484 422 101 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബ്ലെസ്സിംഗ് ടുഡേ ഞാൻ സ്ഥിരമായിട്ട് കാണുന്ന ഒരാളാണ്. നല്ല പ്രോഗ്രാമാണ്. പലരുടെ അനുഭവസാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ അത് നമ്മുടെയും ജീവിതത്തിലൊരു വിടുതലാണ്. ഇപ്പോൾ ബ്രദർ ഡാമിയൻ നൽകിയ സന്ദേശത്തിന്റെ ഒരു ഭാഗം നിങ്ങളുടെ അനുഗ്രഹത്തിനായി. But today God is straightening your way. എന്നാൽ ഇന്ന് കർത്താവ് നിന്റെ വഴിയെ നേരെയാക്കുകയാണ്. Because when the word is coming to you, it comes to cut a way, straight way for you. എന്ന കാരണം വചനം നിങ്ങളുടെ അടുക്കൽ വരുമ്പോൾ അത് നിനക്ക് വേണ്ടി നേരായ ഒരു പാതയൊരുക്കുകയാണ്. കേട്ട് അനുഗ്രഹം പ്രാപിക്കുവിൻ. Let us read 1 Corinthians. നമുക്ക് ഒരുമിച്ച് 1 കൊരിന്ത്യർ വായിക്കാം. Chapter number 3, 3-ാം അധ്യായം verses 2 and 3. അതിന്റെ 2-3 വചനങ്ങൾ. It says, I fed you with milk, not with solid food, for until now you were not able to receive it, and even now you are still not able. ഭക്ഷണമല്ല, പാലത്രേ ഞാൻ നിങ്ങൾക്ക് തന്നത്. ഭക്ഷിപ്പാൻ നിങ്ങൾക്ക് കഴിവില്ലായിരുന്നു, ഇപ്പോഴും കഴിവായിട്ടില്ല. ഇന്നും നിങ്ങൾ ജഡീകന്മാരല്ലോ. Verse number 3, for you are still carnal, for where there are envy and strife and divisions among you, are you not carnal and behaving like mere men? നിങ്ങളുടെ ഇടയിൽ ഈർഷ്യയും പിണക്കവും ഇരിക്കെ നിങ്ങൾ ജഡീകന്മാരും ശേഷം മനുഷ്യരെ പോലെ നടക്കുന്നവരുമല്ലയോ. So Paul is saying, when he visited Corinthian church, he could not feed them with solid food. ഇവിടെ പൗലോസ് പറയുകയാണ്, താൻ ഒരിക്കൽ കൊരിന്ത്യ സഭയിൽ സന്ദർശിച്ചപ്പോൾ കട്ടിയായ ആഹാരം അവർക്ക് നൽകുവാൻ കഴിഞ്ഞില്ല. Because all of them were spiritual babes. കാരണം അവരെല്ലാവരും ഇപ്പോഴും ആത്മീക ശിശുക്കളായിരുന്നു. So when he went to Corinthian church, അദ്ദേഹം കൊരിന്ത്യ സഭയിലേക്ക് പോയപ്പോൾ he went there with a milk bottle. അദ്ദേഹം ഒരു പാൽക്കുപ്പിയുമായാണ് പോയത്. He could not feed the church with solid food.
കട്ടിയായ ആഹാരം ആ സഭയ്ക്ക് നൽകുവാൻ പൗലോസിന് കഴിഞ്ഞില്ല. All of them were carnal believers. കാരണം അവരെല്ലാവരും ജഡീകന്മാരായ വിശ്വാസികളായിരുന്നു. That means they had not overcome the things of the flesh like envy, strife, etc. കാരണം അവർ ഈ ലോകത്തിന്റെ കാര്യങ്ങളായ വഴക്ക്, ഈർഷ്യ, അസൂയ അതൊന്നും വിട്ടിട്ടുണ്ടായിരുന്നില്ല. So, can you see how Paul categorized churches or believers? നിങ്ങൾ അവിടെ കാണുന്നല്ലോ പൗലോസ് എപ്രകാരമാണ് സഭയെ അല്ലെങ്കിൽ ദൈവമക്കളെ അവിടെ വിഭജിച്ചതെന്ന്. I can give you another passage. മറ്റൊരു വചനഭാഗം കൂടി ഞാൻ കാണിക്കാം. Hebrews chapter number 5. എബ്രായ ലേഖനം 5-ാം അധ്യായം verses 12 through 14. അതിന്റെ 12 മുതൽ 14 വരെ. For though by this time you ought to be teachers, you need someone to teach you again the first principles of the oracles of God, and you have come to need milk and not solid food. കാലം നോക്കിയാൽ ഇപ്പോൾ ഉപദേഷ്ടാക്കന്മാർ ആയിരിക്കേണ്ടുന്ന നിങ്ങൾക്ക് ദൈവത്തിൻ്റെ അരുളപ്പാടുകളുടെ ആദ്യ പാഠങ്ങളെ തന്നെ വീണ്ടും ഉപദേശിച്ചു തരുവാൻ ആവശ്യമായിരിക്കുന്നു. കട്ടിയായുള്ള ആഹാരമല്ല, പാലത്രേ നിങ്ങൾക്ക് ആവശ്യമെന്ന് വന്നിരിക്കുന്നു. Verse number 13, for everyone who partakes only of milk is unskilled in the word of righteousness, for he is a babe. പാൽ കുടിച്ച് ജീവിക്കുന്നവൻ ഇപ്പോഴും ശിശുവാകയാൽ അവന് നീതിയുടെ വചനത്തിൽ പരിചയം സിദ്ധിച്ചിട്ടില്ല. The next verse, but solid food belongs to those who are of full age, that is, those who by reason of use have their senses exercised to discern both good and evil. കട്ടിയായുള്ള ആഹാരം നന്മതിന്മകളെ തിരിച്ചറിയുവാൻ തഴക്കത്താൽ അഭ്യസിച്ച ഇന്ദ്രിയങ്ങളുള്ളവരായി പ്രായം തികഞ്ഞവർക്കേ പറ്റുകയുള്ളൂ. So Paul is saying that when he checked the age of these believers, that means their spiritual journey, they had to be teachers. They were so seniors, but still they were like spiritual babes, and he had to give them spiritual milk. ഇവിടെ പൗലോസ് പറയുകയാണ്, ഈ ഇവിടെയുള്ള വിശ്വാസികളുടെ ആത്മീക പ്രായം നോക്കിക്കഴിഞ്ഞാൽ ഇവരൊക്കെ ബൈബിൾ പഠിപ്പിക്കേണ്ട ആളുകളാകേണ്ടിയിരിക്കുന്നു. എന്നാൽ ഇപ്പോഴും ഇവർ പാൽ കുടിക്കാൻ മാത്രം പക്വതയുള്ള ചെറിയ ശിശുക്കളായിട്ടിരിക്കുകയാണ്. ഹലോ 60 വയസ്സ് പ്രായമുള്ള വിശ്വാസി പാൽ കുടിച്ചുകൊണ്ടിരിക്കും. There are believers like that still in churches. അങ്ങനെയുള്ള വിശ്വാസികൾ സഭയിൽ ഇപ്പോഴും ഉണ്ട്. They cannot eat anything solid. കട്ടിയായൊന്നും അവർക്ക് അകത്തേക്ക് എടുക്കാൻ കഴിയില്ല. What do you mean by milk? എന്താണ് പാൽ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? The first principles of the word. വചനത്തിന്റെ ആദ്യ പാഠങ്ങൾ. In other words, the lightest message from the word of God. വചനത്തിൽ നിന്നുള്ള ഏറ്റവും ലളിതമായ സന്ദേശങ്ങൾ. Basic things, basic spiritual things. ആത്മീകമായ അടിസ്ഥാനപരമായ കാര്യങ്ങൾ. In other words, milk is what others have digested for you. മറ്റുള്ളവർ നിങ്ങൾക്ക് വേണ്ടി ദഹിപ്പിച്ചെടുത്ത ഭക്ഷണം നിങ്ങൾ കഴിക്കുന്നു. But what is meat? എന്നാൽ കട്ടിയായ ആഹാരം അല്ലെങ്കിൽ മീറ്റ്, മാംസാഹാരം. Meat is solid food, weightier truths from the word of God. മാംസാഹാരം എന്നത് കട്ടിയായ ആഹാരമാണ്, ദൈവവചനത്തിൽ നിന്നുള്ള കട്ടിയായ ചില കാര്യങ്ങൾ. And meat is what you yourself eat and get digested. മാംസാഹാരം എന്നത് നിങ്ങൾ തന്നെ കഴിക്കുകയും നിങ്ങൾ തന്നെ അതിനെ ദഹിപ്പിക്കുകയും ചെയ്യുന്നതാണ്. Hallelujah. Hallelujah. So rightly dividing the word of God means according to the age groups and maturity levels we have to give the messages from the same words. ശരിയായ രീതിയിൽ ദൈവവചനത്തെ വിഭജിക്കുക എന്നതിൻ്റെ ഒരു അർത്ഥം ആളുകളുടെ ആത്മീക പ്രായത്തിനും പക്വതയ്ക്കും അനുസരിച്ച് ഒരേ വചനത്തിൽ നിന്ന് തന്നെ അവർക്ക് ഉതകുന്ന രീതിയിലേക്ക് വചനം വിളമ്പുക. If you read it in the original language, നിങ്ങൾ ബൈബിൾ അതിൻ്റെ യഥാർത്ഥ ഭാഷയിൽ വായിച്ചാൽ one meaning is cutting a straight line. അതിൻ്റെ ഒരു അർത്ഥം എന്നത് ഒരു നേർ രേഖ വരക്കുക, or laying out a road. അല്ലെങ്കിൽ ഒരു പാത ഉളവാക്കുക. Rightly divide the word. വചനം ശരിയായി വിഭജിക്കുക എന്ന വാക്കുകൊണ്ട് അവിടെ അതൊക്കെയാണ് എഴുതിയിരിക്കുന്നത്. Lay out a road. അവിടെ ഒരു പാത വിരിക്കുക. I can give you a verse, Proverbs chapter 3 verse number 6. സദൃശ്യവാക്യങ്ങൾ 3-ാം അധ്യായം 6-ാമത്തെ വചനം. In all your ways submit to him, and he will make your paths straight. നിന്റെ എല്ലാ വഴികളിലും അവനെ നിലച്ചുകൊള്ളുക, അവൻ നിന്റെ പാതകളെ നേരെയാക്കും. Hallelujah. Hallelujah. So when the word is ministered, all the
paths will become straight. ദൈവത്തിന്റെ വചനം ശുശ്രൂഷിക്കപ്പെടുമ്പോൾ എല്ലാ പാതകളും വഴികളും നേരെയാകും. When John the Baptist came, he came to prepare the way. യോഹന്നാൻ സ്നാപകൻ വന്നപ്പോൾ അവൻ പാതയൊരുക്കുവാൻ വഴിയൊരുക്കുവാനായി വന്നു. And the Bible says, all that was high, like hills and mountains, shall come down and become a level ground. വചനം പറയുന്നു, ഉയർന്നിരിക്കുന്നത് കുന്നുകളെല്ലാം അത് സമതലമായി നിരന്നു വരേണം. All the valleys will come up. എന്നാൽ താഴ്വാരങ്ങളായി താഴേക്ക് കിടക്കുന്നതെല്ലാം, all the crooked ways will be straightened. എല്ലാ വളഞ്ഞു കിടക്കുന്ന വക്രമായിരിക്കുന്നതെല്ലാം നേരെയാകണം. So that there will be a level ground, a straight path for the Lord to come. Prepare the way for him. അതുകൊണ്ട് കർത്താവിന് വരുവാനായി, അവന്റെ വഴിയൊരുക്കുവാനായി സമതലമായ ഒരുക്കപ്പെട്ട പാതയിലൂടെ അവൻ കടന്നു വരട്ടെ. We read about Saul in the New Testament. നമ്മൾ പുതിയ നിയമത്തിൽ ശൗലിനെ കുറിച്ച് വായിക്കുന്നു. He was against the church. അവൻ സഭയ്ക്കെതിരായിരുന്നു. He was against Christ. അവൻ ക്രിസ്തുവിനെതിരായിരുന്നു. But one day on a street called Straight, his life was straightened. അവൻ ഒരിക്കൽ നേർവീഥി എന്ന് പറയുന്ന ആ വഴിയിൽ വെച്ച് അവന്റെ ജീവിതം നേരായി മാറി. The Holy Spirit says, പരിശുദ്ധാത്മാവ് പറയുന്നു, someone who is attending this worship service, ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന ഒരാൾ, today the Holy Spirit is straightening his ways. ഇന്ന് നിന്റെ വഴിയെ കർത്താവ് നേരെയാക്കുകയാണ്. Because you have been traveling like this, like this, like this, like this. കാരണം നിങ്ങൾ ഇതുപോലെ ഉയർച്ച താഴ്ചകളുടെ വളഞ്ഞു തിരിഞ്ഞ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. But today God is straightening your way. എന്നാൽ ഇന്ന് കർത്താവ് നിന്റെ വഴിയെ നേരെയാക്കുകയാണ്. Because when the word is coming to you, it comes to cut a way, straight way for you. കാരണം വചനം നിങ്ങളുടെ അടുക്കൽ വരുമ്പോൾ അത് നിനക്ക് വേണ്ടി നേരായ ഒരു പാതയൊരുക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ പറയുവാൻ വേണ്ടിയാണ് ഈ സമയത്ത് ഈ മെസ്സേജിൻ്റെ ഇടയിൽ പ്രത്യേകിച്ച് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന ഒന്ന്, ബ്ലെസ്സിങ് ടുഡേ ഇന്ന് ലോകം എമ്പാടുമുള്ള ഒത്തിരി പേരെ അനുഗ്രഹിക്കുവാൻ ദൈവം കൈകളിലെടുത്ത് ഉപയോഗിക്കുന്നു. ഒത്തിരി പേർ യേശുവിനെ അറിയുന്നു, രോഗികൾ സൗഖ്യമാകുന്നു, മദ്യപാനികൾ സ്വതന്ത്രമാകുന്നു, കുടുംബ ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കപ്പെടുന്നു. നമുക്ക് പറഞ്ഞു തീരുവാൻ കഴിയുന്നതിനപ്പുറത്തുള്ള അനുഗ്രഹങ്ങളെ കർത്താവ് ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്കും ഈ ബ്ലെസ്സിങ് ടുഡേയിലൂടെയുള്ള യേശുവിൻ്റെ ശുശ്രൂഷകളിൽ ഒരു പാർട്ട്ണറായി മാറാൻ, ഒരു പങ്കാളിയായി തീരാൻ കഴിയും. നിങ്ങളാകെ ചെയ്യേണ്ടത് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ 0484422133 എന്ന നമ്പറിൽ ഒരു മിസ്ഡ് കോൾ നൽകുക. രണ്ടാമതായി, ജൂലൈ 19 ബുധനാഴ്ച നമ്മൾ അടുത്ത ഹാപ്പി ഹോംസ് ഫാമിലി കോൺഫറൻസ് വരികയാണ്. കഴിഞ്ഞ വർഷങ്ങളെല്ലാം നിരവധി ദമ്പതികൾ അതിൽ പങ്കെടുത്ത് അവരുടെ കുടുംബജീവിതത്തിൽ കർത്താവ് ഒത്തിരി കാര്യങ്ങൾ ചെയ്തു. ഇപ്രാവശ്യത്തെ ഫാമിലി കോൺഫറൻസിൽ നിങ്ങൾക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാൻ കഴിയുന്നതിനപ്പുറത്തുള്ള പല കാര്യങ്ങളും അനുഗ്രഹങ്ങളും കർത്താവ് കരുതി വെച്ചിട്ടുണ്ട്. ഇപ്രാവശ്യം മറ്റൊരു ക്രമീകരണം കൂടെ നിങ്ങളുടെ സൗകര്യത്തിന് വേണ്ടി വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിൽ എല്ലായിടത്തു നിന്നുമുള്ളവർ, ലോകം എമ്പാട് നിന്നുമുള്ളവർ കൊച്ചിയിൽ വരണമായിരുന്നു. എന്നാൽ ഈ പ്രാവശ്യം അങ്ങനെയല്ല. നമുക്ക് പല സ്ഥലങ്ങളിൽ നമുക്ക് സെൻറ്ററുകളുണ്ട്. അതിൽ നിങ്ങൾക്ക് ഏറ്റവും അടുത്തുള്ള ഒരു സെൻറ്ററിൽ വന്ന് നിങ്ങൾക്ക് ഈ കോൺഫറൻസിൽ പങ്കെടുക്കാം. അതുകൊണ്ട് നിങ്ങൾ വിവാഹം കഴിഞ്ഞ വ്യക്തികളെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് തന്നെ സ്ക്രീനിലെ നമ്പറിൽ വിളിച്ച് നിങ്ങളുടെ പേരുകൾ രജിസ്റ്റർ ചെയ്യുക. ആ കോൺഫറൻസ് നിങ്ങൾക്കും കുടുംബത്തിനും തലമുറകൾക്കും ഒരു അനുഗ്രഹമായിരിക്കും. So if you want your paths, your ways to get straightened, you can commit your ways into the hands of the Lord. നിങ്ങളുടെ പാതകൾ നേരെയാകണമെങ്കിൽ, നേർരേഖയിലാകണമെങ്കിൽ നിങ്ങളുടെ പ്ലാനുകളെ ദൈവത്തിന്റെ വചനത്തിൽ സമർപ്പിക്കുക. Hallelujah. ഹല്ലേലൂയ. Another meaning is that dividing the word. Another meaning is analyzing the word of God. ദൈവവചനത്തെ വിഭജിക്കുക എന്നതിന്റെ അടുത്ത അർത്ഥം എന്നത് ദൈവവചനത്തെ അപഗ്രഥിക്കുക. Hallelujah. ഹല്ലേലൂയ. Analyze it correctly and understand the real meaning. ദൈവവചനത്തെ അപഗ്രഥിച്ച് അതിന്റെ യഥാർത്ഥ അർത്ഥം മനസ്സിലാക്കുക. Hallelujah. ഹല്ലേലൂയ. Another meaning is dividing the word according to time period. മറ്റൊരു അർത്ഥം ഇതാണ്, കാലഘട്ടത്തിനനുസരിച്ച് ദൈവവചനത്തെ മനസ്സിലാക്കുക. ഒന്നുകൂടെ. കാലഘട്ടത്തിനനുസരിച്ച് ദൈവവചനത്തെ മനസ്സിലാക്കുക. ഒന്നുകൂടെ. കാലഘട്ടത്തിനനുസരിച്ച് ദൈവവചനത്തെ മനസ്സിലാക്കുക. എല്ലാവരും പറയാമോ? കാലഘട്ടത്തിനനുസരിച്ച് ദൈവവചനത്തെ മനസ്സിലാക്കുക. ഒന്നുകൂടെ. കാലഘട്ടത്തിനനുസരിച്ച്
ദൈവവചനത്തെ മനസ്സിലാക്കുക. ബൈബിൾ കൈവശമുള്ള എത്ര പേരുണ്ട്? പൊക്കി പിടിച്ചേ. There are 66 books in this book. ഈ ബുക്കിനകത്ത് 66 പുസ്തകങ്ങളുണ്ട്. Book inside book. ഒരു പുസ്തകത്തിനകത്ത് മറ്റു പല പുസ്തകങ്ങളോ? This is a whole book, but inside this book there are 66 other books. ഇതൊരു പുസ്തകത്തിന്റെ പൂർണ്ണ രൂപമാണ്, എന്നാൽ ഇതിനകത്ത് 66 പുസ്തകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. The first book of the Bible is Genesis. ബൈബിളിലെ ആദ്യത്തെ പുസ്തകം ഉൽപ്പത്തിയാണ്. The last book of the Old Testament is Malachi. പഴയ നിയമത്തിലെ അവസാനത്തെ പുസ്തകം മലാഖിയാണ്. The first book of the New Testament is Gospel according to Matthew. പുതിയ നിയമത്തിലെ ആദ്യത്തെ പുസ്തകം മത്തായി എഴുതിയ സുവിശേഷമാണ്. The last book in the New Testament is the book of Revelations. പുതിയ നിയമത്തിലെ അവസാനത്തെ പുസ്തകം വെളിപ്പാട് പുസ്തകം. Is that okay? ശരിയല്ലേ? Hallelujah. ഹല്ലേലൂയ. But these books, that means the 66 books is divided into two main categories called the Old Testament and the New Testament. എന്നാൽ ഈ 66 പുസ്തകങ്ങളെയും പ്രധാനമായിട്ടും രണ്ടായിട്ട് തരംതിരിച്ചിരിക്കുകയാണ്. ഒന്ന് പഴയ നിയമം, രണ്ട് പുതിയ നിയമം. രണ്ട് ടെസ്റ്റമെന്റുകളുടെയിൽ ഒരു ഷീറ്റ് കാണും. This sheet of paper separates the Old Testament and the New Testament. ഈ ഒരു കടലാസ് പഴയ നിയമത്തിനും പുതിയ നിയമത്തിനും രണ്ടായിട്ട് ബൈബിളിൽ ഇവിടെ വിഭജിക്കുന്നു. Now, when you study the Bible, നിങ്ങൾ വചനം പഠിക്കുമ്പോൾ, when you want to obey the word, നിങ്ങൾ വചനം അനുസരിക്കാൻ തീരുമാനിക്കുമ്പോൾ, you have to be very careful where it is mentioned. It comes in the Old Testament or it comes in the New Testament. നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം, ആ വചനം പഴയ നിയമത്തിൽ നിന്ന് വന്നിരിക്കുന്നതാണോ അല്ലെങ്കിൽ പുതിയ നിയമത്തിൽ നിന്നുള്ളതാണോ? Because the Old Testament is old. കാരണം പഴയ നിയമം എന്നത് പഴയതാണ്. പറഞ്ഞേ, പഴയ നിയമം പഴയതാണ്. That's why it is called Old Testament. അതുകൊണ്ടാണ് അതിനെ പഴയ നിയമം എന്ന് വിളിക്കുന്നത്. It is not for us completely. അത് പൂർണ്ണമായും നമുക്കുള്ളതല്ല. ദൈവദൂഷണമാണോ? What about the New Testament? അങ്ങനെയാണെങ്കിൽ പുതിയ നിയമമോ? New Testament is new. പുതിയ നിയമം പുതിയതാണ്. We are living in the New Testament period. നാം ജീവിക്കുന്നത് പുതിയ നിയമ കാലഘട്ടത്തിലാണ്. Hallelujah. Hallelujah. So there are so many things written in the Old Testament. പഴയ നിയമത്തിൽ ഒത്തിരി കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. And majority of them were commandments and instructions and rules and regulations to the Jewish people, not for us. അതിൽ ഭൂരിഭാഗം കൽപ്പനകളും അതിലെ ന്യായപ്രമാണങ്ങളും എല്ലാം അത് യഹൂദന്മാർക്ക് വേണ്ടിയുള്ളതായിരുന്നു, നമുക്ക് വേണ്ടിയുള്ളതല്ല. എൻ്റെ കുഞ്ഞ് അവർക്ക് പോലും അനുസരിക്കാനോ കൊണ്ടുനടക്കാനോ പറ്റിയില്ല, പിന്നെ നമുക്ക് പറ്റുമോ? But we have to read it. I will explain it later. എന്നാൽ നമ്മൾ ഇത് വായിച്ചിരിക്കണം, ഞാനത് വിശദീകരിക്കാം. So rightly dividing the word means ശരിയായ ദൈവത്തിന്റെ വചനം വിഭജിക്കുക എന്നതിന്റെ അർത്ഥം dividing it according to timeline. കാലഘട്ടത്തിന് അനുസൃതമായി ദൈവവചനത്തെ വിഭജിക്കണം. ശ്രദ്ധിക്കുന്നുണ്ടോ? ഒരു വചനം കയ്യിൽ കിട്ടിയ ഇതേത് കാലഘട്ടത്തിൽ ആരോട് പറഞ്ഞു എന്ന് മനസ്സിലാക്കിയിട്ട് വേണം അത് എനിക്കുള്ളതാണോ എന്നുള്ളത് തീരുമാനിക്കാൻ. ബ്രദർ ഡാമിയൻ ആന്റണി സിഡ്നിയിൽ ശുശ്രൂഷിക്കുന്നു. യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫെലോഷിപ്പ് മീറ്റിംഗ്. തീയതി ജൂലൈ 15, 2017 ശനിയാഴ്ച. സമയം വൈകുന്നേരം 6:30. സ്ഥലം ഫുൾ ലൈഫ് ചർച്ച്, വിക്ടോറിയ റോഡ്, പാരമറ്റ, NSW 2151. കോൺടാക്ട് 1300763500. ബ്രദർ ഡാമിയൻ ആന്റണി മെൽബണിൽ ശുശ്രൂഷിക്കുന്നു. ജൂലൈ 13, 14 തീയതികളിൽ. സമയം വൈകുന്നേരം 6:30 മുതൽ 8:30 വരെ. സ്ഥലം സിറ്റി റിവൈവൽ ചർച്ച്, ലെവൽ 1, 17 ലാൻഗോൺ സ്ട്രീറ്റ്, ഡൻഡനോങ് 3175.
ഇപ്പോൾ നിങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനായി പിറ്റേ ദിവസവും പിന്നെയും മരുന്നിടാൻ നോക്കിയപ്പോൾ ആ രോഗം അവിടെ കാണുന്നില്ല. അത്രയും 6 വർഷവും മരുന്നിട്ടുകൊണ്ടിരുന്ന സ്ഥാനത്ത് ഈ പ്രാർത്ഥന കഴിഞ്ഞ് പിറ്റേ ദിവസം നോക്കിയപ്പോൾ ഒരു പാട് മാത്രമേ ഉള്ളൂ അവിടെ. ദൈവം ചെയ്ത അത്ഭുത സാക്ഷ്യം കാണാവുന്നതാണ്. ഈ സഹോദരിയുടെ ഒരു ആശ എന്നാണ്. മോൻ്റെ പേര് അശ്വിൻ ജോസ്. ഈ അശ്വിൻ ജോസ് ജനിച്ച് ഏകദേശം 3 മാസം കഴിഞ്ഞപ്പോൾ മുതൽ തൻ്റെ മുഖത്തും പുറത്തും കൈകളിൽ എല്ലായിടത്തും ഉണ്ടെന്നാണ് പറഞ്ഞത്. ഈ വട്ടം പോലെ ചൊറിഞ്ഞ് തടിക്കുമായിരുന്നു. ഈ മുഖത്ത് എല്ലായിടത്തും ഉണ്ടായിരുന്നു. ജനിച്ച ഏകദേശം 3 മാസം മുതൽ അതുണ്ട്. പക്ഷെ അന്നേരം ഇംഗ്ലീഷ് മരുന്ന് കൊടുക്കുവാൻ പറ്റാത്ത കാരണം നാട്ടുവൈദ്യനെ കാണിച്ചു. 9 മാസം വരെ ആ നാട്ടുവൈദ്യ ചികിത്സയിലായിരുന്നു ഉമ്മോ. പക്ഷെ ഒട്ടും കുറവുണ്ടായിരുന്നില്ല. ഏകദേശം 6 മാസം നാട്ടുവൈദ്യന്റെ ചികിത്സ നടത്തിയിട്ടും ഒരു ഫലം ഉണ്ടായില്ല. അതിനുശേഷം അവർ വിദഗ്ധമായ ചികിത്സക്കായി വീട്ടുകാരെല്ലാം പറഞ്ഞു ഇത് വച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞു. വളരെ പ്രശസ്തനായ ഒരു സ്കിൻ ഡോക്ടറെ അവർ കാണിച്ചു. അവിടെ ഏകദേശം 1-2 വർഷം അവിടെ മരുന്ന് കഴിച്ചു, കുറവില്ല. അപ്പോൾ മറ്റുള്ളവർ പറയും ഇന്ന സ്ഥലത്ത് പോയാൽ അവിടെ നല്ലൊരു സ്കിൻ ഡോക്ടർ ഉണ്ടെന്ന് പറഞ്ഞു. അവിടെ പോയി, അവിടെയും മരുന്ന് കഴിച്ചു. അങ്ങനെ ഇപ്പൊ ഈ കൊച്ചിന് 6 വയസ്സുണ്ട്. 6 വയസ്സ് വരെ ഏകദേശം 3 ഹോസ്പിറ്റലുകളിലാണ് മോൻ മരുന്ന് കഴിച്ചിരിക്കുന്നത്. പല രീതികളിൽ മരുന്ന് കഴിച്ചു, നാട്ടുവൈദ്യനെ കാണിച്ചു, ആയുർവേദ ചികിത്സ നടത്തി. പക്ഷെ എന്നിട്ടും ഒരു കുറവും ഈ 6 വയസ്സ് വരെ ഉണ്ടായിട്ടില്ല. ലാസ്റ്റ് ചികിത്സിച്ചെടുത്ത ഡോക്ടർ പറഞ്ഞത് ഇങ്ങനെയാണ്, ഇത് പാരമ്പര്യ രോഗമാണ്. കുഞ്ഞിന് ഏകദേശം 12 വയസ്സ് വരെ ഈ രോഗം ഉണ്ടാവും. ഒരു നാട്ടുവൈദ്യം പറഞ്ഞാണ് 12 വയസ്സ് വരെ രോഗം. വേറെ ആർക്കെങ്കിലും ഇതുപോലെ ഉണ്ടോ? അല്ല, അച്ഛന് അവന്റെ പപ്പയ്ക്ക് ശ്വാസം മുട്ടുണ്ടായിരുന്നു. അപ്പൊ അത് 12 വയസ്സിലാണ് അതിന്റെ ഇത് വെച്ച് അവനും 12 വയസ്സ് വരെ കാണുമെന്ന് പറഞ്ഞു. 12 വയസ്സ് വരെയെങ്കിലും ഈ കുഞ്ഞിന് നിൽക്കും. അതുവരെ തുടർമാനമായി മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കണം. അതും ഉറപ്പ് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പല ഡോക്ടറെ കാണിച്ച് മാറില്ല. ഇത് ശരിക്കും ചൊറിഞ്ഞു പൊട്ടുന്നത് ചില കറികൾ കഴിക്കുമ്പോൾ മുഖത്തൊക്കെ പറ്റിയാൽ അവിടെ ചൊറിഞ്ഞു പൊട്ടി ഇങ്ങനെ വല്ലാതെ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും. പക്ഷെ ദൈവം ചെയ്ത അത്ഭുതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ മാസം, അതായത് ഏപ്രിൽ മാസത്തിലാണ് ആദ്യ ആഴ്ചയിൽ TV പ്രോഗ്രാം കണ്ടുകൊണ്ടിരുന്നപ്പോൾ ബ്രദർ ഡാമിൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു എന്നാ പറയുന്നത്, പാരമ്പര്യ രോഗങ്ങൾ മാറിപ്പോകുന്നു എന്ന് പറഞ്ഞു. ഈ അമ്മ ഓടിച്ചെന്ന് മോന്റെ മേത്ത് കൈവച്ച് ആ സമയത്ത് പ്രാർത്ഥിച്ചു എന്ന് പറയുന്നത്. ആ സമയത്ത് ഇങ്ങനെ പൊട്ടി ഒലിച്ച് ഓയിൽമെന്റ് ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്തും മോന്റെ മേലെ ബ്രദർ ഡാമിൻ ഇങ്ങനെ TV 7 മണിക്കുള്ള നമ്മുടെ സൂര്യ TVയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ ഒരു ഭാഗം ഇങ്ങനെ പ്രാർത്ഥിച്ചു, പാരമ്പര്യ രോഗമുള്ളവർ സൗഖ്യമാകുന്നു, ഏത് തരത്തിലുള്ളവരാണെങ്കിലും കർത്താവ് തൊട്ടാൽ സൗഖ്യമാകുന്നു വിളിച്ചു. ഈ അമ്മ വിശ്വാസത്തോടെ മോന്റെ മേൽ കൈവച്ച് പ്രാർത്ഥിച്ചു. അന്നേരം ഒന്നും സംഭവിച്ചില്ല. പക്ഷെ അതിനുശേഷം പിറ്റേ ദിവസവും പിന്നെയും മരുന്നിടാൻ നോക്കിയപ്പോൾ ആ രോഗം അവിടെ കാണുന്നില്ല. അത്രയും 6 വർഷവും മരുന്നിട്ടുകൊണ്ടിരുന്ന സ്ഥാനത്ത് ഈ പ്രാർത്ഥന കഴിഞ്ഞ് പിറ്റേ ദിവസം നോക്കിയപ്പോൾ ഒരു പാട് മാത്രമേ ഉള്ളൂ അവിടെ. വേറെ ഒന്നും അവിടെ കാണാനില്ല. ഇപ്പൊ 1 മാസമായിട്ട് പൗഡർ ഒന്നുണ്ട്, എല്ലാ തരം കറികളും കഴിക്കാം, ഒരു മരുന്ന് പോലും അതിന് കഴിക്കുന്നില്ല. 6 വർഷം കഴിച്ചുകൊണ്ടിരുന്നതാണ്. എന്താണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണ്? പ്രാർത്ഥിക്കുന്ന സമയത്തും ഈ മോന്റെ മുഖത്ത് ഞാൻ പറഞ്ഞു പ്രാർത്ഥനയിൽ പറഞ്ഞു പാരമ്പര്യ രോഗമാണ്, അപ്പിൽ നിന്ന് അമ്മയിൽ നിന്ന് കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാവുന്നത് എന്നിങ്ങനെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു മോനെ കയ്യോക്ക് എന്ന് പറഞ്ഞു. മോനോട് പറഞ്ഞു. മോൻ അല്ലെങ്കിൽ ഇരിക്കൂല, അന്ന് നേരത്തെ ഉറക്കി എണീറ്റ് അവിടെ വന്ന് ഇങ്ങനെ അപ്പൊ ഞാൻ കയ്യോക്ക് എന്ന് പറഞ്ഞു. അപ്പൊ ഞാനും അത് സാധാക്കിയില്ല തന്നെ. പിന്നെ കുറച്ച് 2-3 ദിവസം കഴിഞ്ഞപ്പോൾ മരുന്നിടുമ്പോഴൊക്കെ ഭയങ്കര കരച്ചില്, ഉറങ്ങുമ്പോൾ നീർന്നമ്മ ചെവിയിലെ മടക്കിലൊക്കെ ഉണ്ട്. അപ്പൊ 2 ദിവസം കഴിഞ്ഞപ്പോ എനിക്കൊരു സംശയം, എന്റെ ദേഹത്ത് ഇല്ലല്ലോ. അപ്പൊ ഞാൻ കയ്യിലൊക്കെ നോക്കിയായിരുന്നു. കാരണം മുഖത്തുള്ളപ്പോൾ കയ്യിൽ കാണൂല, കയ്യിലുള്ളപ്പോൾ മുഖത്ത് കാണൂല. അപ്പൊ ഞാൻ എന്നിട്ട് ഭർത്താവിന്റെ അമ്മയടുത്ത് പറഞ്ഞു, അമ്മ മോനെ ഇങ്ങനെ ഡാമിൽ വിതറി പറഞ്ഞ്. അപ്പൊ ഞാൻ ഇങ്ങനെ ഇതേപോലെ മോനെ കയ്യോക്ക് എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു ഞാനും മക്കളെ അതാണ് ശ്രദ്ധിച്ചത്, ഇപ്പൊ അവൻ കറിയൊക്കെ കഴിക്കുമ്പോഴേ അത് ചൊറിച്ചിലില്ല. ഒരു സാക്ഷ്യം നമ്മളിവിടെ കേട്ടിരിക്കുകയാണ്. ഈ സമയത്ത് അങ്ങ് വിശ്വസിച്ചു. ഒരുപക്ഷെ ഭവനങ്ങളിൽ ഇരുന്ന് കാണുന്ന വ്യക്തികൾക്ക് നിങ്ങൾക്കൊരു പാരമ്പര്യ രോഗമുണ്ടെങ്കിൽ ഇവിടെ ഒരു കുഞ്ഞിനെ കർത്താവ് സൗഖ്യമാക്കിയിരിക്കുന്നു. അതേ യേശു നിങ്ങളെയും സൗഖ്യമാക്കാൻ പോവുകയാണ്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവെ, ഈ പാരമ്പര്യ രോഗങ്ങൾക്കെതിരെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിന്റെ വചനം പറയുന്നു, വ്യർത്ഥവും പിതൃ പാരമ്പര്യമുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന് വെള്ളി തുടങ്ങിയ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തത്താലത്രേ. എഴുന്നേറ്റ് നിൽക്കുന്നവർ കൈകൾ ഉയർത്തിപ്പിടിക്കുക. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ആ പാരമ്പര്യ രോഗങ്ങളെ ഞാൻ ശാസിക്കുന്നു. സമ്പൂർണമായ സൗഖ്യം ഇപ്പോൾ ഉണ്ടാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ സമ്പൂർണമായ സൗഖ്യം ഉണ്ടാകട്ടെ.
മാധ്യമങ്ങളിലൂടെ കാണുന്നവർ, പ്രോഗ്രാമുകളിലൂടെ ഇത് കാണുന്നവർ സൗഖ്യമാകട്ടെ. കർത്താവ് സൗഖ്യം കൊടുത്തതിനായി നന്ദി. ഇൻ ജീസസ് നെയിം. കർത്താവ് ഈ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുന്ന ഈ മോൻ്റെ സൗഖ്യം നിലനിൽക്കട്ടെ. ഇവളുടെ സാക്ഷ്യം ലോകം എമ്പാടുമുള്ളവർക്കൊരു അനുഗ്രഹമാകട്ടെ. ഇനിയും അത്ഭുതങ്ങൾ ഇവൾ കാണട്ടെ. ഇൻ ജീസസ് നെയിം. ഇപ്പോൾ കേട്ട ദൈവിക സന്ദേശത്തിൻ പ്രകാരം, അത്ഭുത സാക്ഷ്യം പ്രകാരം നിങ്ങളുടെ ജീവിതത്തിലും ഒരു അത്ഭുതം പ്രവർത്തിക്കുവാൻ കഴിവുള്ളവനാണ് ദൈവം. വരൂ, നമുക്ക് വിശ്വാസത്തോടെ അത്ഭുതത്തിനായി പ്രാർത്ഥിക്കാം. നമുക്ക് ഏവർക്കും ചേർന്ന് ഈ സമയത്ത് പ്രാർത്ഥിക്കാം. നല്ല കർത്താവെ, ബ്ലെസ്സിംഗ് ടുഡേ കാണുന്ന എല്ലാവരെയും അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികളെ അങ്ങ് സൗഖ്യമാക്കണേ. പ്രത്യേകിച്ച് കഴുത്തിന് പ്രയാസമുള്ള ചിലരെ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്നു. ലങ്സിന്, ശ്വാസകോശങ്ങൾക്ക് തകരാറുള്ള ചിലരെ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്നു. ഒരു കൈ ഉയർത്താൻ കഴിയാതെ പ്രയാസപ്പെടുന്നവരെ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്നു. താങ്ക് യു ജീസസ്. അൾസർ സൗഖ്യമാകട്ടെ, ക്യാൻസർ സൗഖ്യമാകട്ടെ. കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് വേണ്ടി ഞാൻ ഈ സമയത്ത് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഭാര്യ ഭർത്താക്കന്മാർ അടുത്തുണ്ടെങ്കിൽ കൈകൾ കോർത്തു പിടിക്കുക. കർത്താവെ, ഈ ദമ്പതികളെ അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് ഈ സമയത്ത് പ്രാർത്ഥിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ ആ വിടുതലുകൾ സംഭവിക്കട്ടെ. ക്യാൻസർ സൗഖ്യമാകട്ടെ. താങ്ക് യു ജീസസ്. മാരകമായ രോഗങ്ങളിൽ നിന്ന് കർത്താവെ ജനങ്ങളെ പുറത്തെടുക്കുന്നതിനാൽ നന്ദി പറയുന്നു. ഈ സമയത്ത് നിങ്ങളുടെ പ്രയാസം എന്താണെങ്കിലും കൈകൾ ഈ സ്ക്രീനിലേക്ക് നീട്ടിക്കൊണ്ട് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവെ, വലിയ വിടുതൽ ഓരോരുത്തരിലും അങ്ങ് പകരുന്നതിനാൽ നന്ദി പറയുന്നു. താങ്ക് യു ഫാദർ. പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ബ്ലെസ്സിംഗ് ടുഡേ കണ്ടപ്പോൾ നിങ്ങൾക്കുണ്ടായ അനുഭവങ്ങൾ തീർച്ചയായും ഞങ്ങളെ വിളിച്ച് പറയണം. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്തെങ്കിൽ വിളിച്ചു പറയണം. പ്രാർത്ഥന വിഷയങ്ങൾ പ്രെയർ ലൈനിൽ വിളിച്ച് അറിയിക്കുക. ബ്ലെസ്സിംഗ് ടുഡേയിലുള്ള പ്രസിദ്ധീകരണങ്ങൾ, പുസ്തകങ്ങൾ ആവശ്യമുള്ളവർക്ക് സ്ക്രീൻ നമ്പറിൽ വിളിക്കാം. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ.